നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ വട ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ടത് ചിരക്കിയ പപ്പായ, അതുപോലെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പ് പുതിന ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 സ്പൂണ് കോൺഫ്ലവറും അതേ സ്പൂണിൽ തന്നെയാണ്. പിന്നെ 4 സ്പൂൺ മൈദയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിന് കണ്ടൻറ്റ് ഉള്ളതാണ്, പക്ഷേ എന്നാലും കുഴക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് തന്നെയാണ് കുഴച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ ഉരുളാക്കിയിട്ടോ അതെല്ലാം റൗണ്ടിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിവടയുടെ അതുപോലെ തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ വടയുടെ ഷേപ്പാക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരി, കണ്ടോ, ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. വറുത്ത് കോരി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പപ്പായ വട. അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ പപ്പായ വട റെഡി ആയിട്ടുണ്ട്.